ഭീകരർക്ക് ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന പാകിസ്ഥാന്റെ നയത്തെ അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് അസദുദ്ദീൻ ഒവൈസി. കേന്ദ്ര സർക്കാരിന്റെ ഭീകരവിരുദ്ധ സർവകക്ഷി സംഘത്തിലെ അംഗമാണ് അദ്ദേഹം. 26/11 മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനായ സാക്കിയുർ റഹ്മാൻ ലഖ്വി ജയിലിലായിരുന്നപ്പോൾ പാകിസ്ഥാൻ പ്രത്യേക പരിഗണന നൽകിയത് ഉദാഹരണ സഹിതമാണ് അദ്ദേഹം തുറന്നടിച്ചത്. ലഖ്വിയെ പോലെ ഒരു കുപ്രസിദ്ധി ഭീകരനെ തടവിൽ കഴിയുമ്പോൾ പിതാവാകാൻ അനുവദിച്ചതിനെ കുറിച്ചിട്ടാണ് ഒവൈസി ചൂണ്ടിക്കാട്ടിയത്. സാക്കിയുർ റഹ്മാൻ ലഖ്വി എന്നൊരു ഭീകരൻ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഒരു രാജ്യവും തീവ്രവാദ കുറ്റം നേരിടുന്ന ഒരു ഭീകരനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. എന്നാൽ ജയിലിൽ ഇരിക്കുമ്പോൾ അയാൾ ഒരു മകന്റെ പിതാവായി. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വിചാരണ പുരോഗമിച്ചത് എന്നാണ് ഒവൈസി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ഒവൈസി രൂക്ഷമായി വിമർശിച്ചു. നിരപരാധികളെ കൊന്നൊടുക്കുന്നതിലൂടെ അവർ ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാൻ തക്ഫീരിസത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളും IS, അൽ ഖ്വയ്ദയും തമ്മിൽ പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യാസമില്ല. അവർക്ക് മതപരമായ അനുമതിയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്. ഇസ്ലാം ആരെയും കൊല്ലാൻ അനുവദിക്കുന്നില്ല. നിർഭാഗ്യവശാൽ അതാണ് അവരുടെ പ്രത്യയശാസ്ത്രമെന്ന് ഒവൈസി വിമർശിച്ചു. തീവ്രവാദം പാകിസ്ഥാനിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞ ഒവൈസി അവർ ഭീകരരെ സംരക്ഷിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തുവെന്ന് പറഞ്ഞു. പഞ്ചാബിലായാലും കശ്മീരിലായാലും നിങ്ങൾക്ക് പൊതുവായി ഒരു പേരാണുള്ളത്. അത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരത എന്നാണ്. തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിന് പാകിസ്ഥാനെ വിമർശിച്ച ഒവൈസി നിരപരാധികൾക്കെതിരെ ആയുധമെടുക്കുന്ന ഏതൊരാളും തീവ്രവാദിയാണ് എന്നും പറഞ്ഞു. ഒരു തീവ്രവാദിക്കും ഒരിടവും നൽകാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ ദക്ഷിണേഷ്യൻ മേഖലയ്ക്കും ഭീഷണിയാണെന്ന് പറഞ്ഞ ഒവൈസി പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഇത് ദക്ഷിണേഷ്യയുടെ മാത്രം പ്രശ്നമല്ല, തങ്ങളാണ് 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ. എന്ത് സംഭവിക്കും? ഈ കൂട്ടക്കൊലകളെല്ലാം ദക്ഷിണേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഭീകരതയുടെ പ്രധാന സ്പോൺസറായ പാകിസ്ഥാനെ നിയന്ത്രിക്കേണ്ടത് ലോക സമുദായത്തിന്റെ താല്പര്യത്തിനാണ്. എന്തായാലും ഒവൈസിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒവൈസി പാകിസ്ഥാനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്.